യൂത്ത് കോൺഗ്രസ് തരൂർ ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആലത്തൂർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് നാടുകളെ കുറിച്ചുള്ള അവസ്ഥ എന്താണ്, അവിടെ റോഡിന്റെ അവസ്ഥ എന്താണ്, അവിടുത്തെ വികസനം എന്താണ് എല്ലാം കണ്ടുപഠിച്ച മന്ത്രി കേരള സംസ്ഥാനത്ത് വന്ന് വികസനത്തിന് നേട്ടങ്ങൾ പറയുന്നു. അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് മന്ത്രി മനസ്സിലാക്കണം. ഇവിടുത്തെ റോഡും ഗൾഫ് നാടുകളിലെ റോഡും കൂടി താരതമ്യം ചെയ്താൽ ഇവിടുത്തെ ടാക്സും അവിടുത്തെ ടാക്സും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇതെല്ലാം മന്ത്രിക്ക്. പക്ഷേ മന്ത്രി 2.5 കൊല്ലം കൊണ്ട് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ മന്ത്രിക്ക് തെറ്റുപറ്റി. ഈ 2.5 കൊല്ലമല്ല, ഈ 15 കൊല്ലം മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൽ ഉണ്ടെങ്കിലും ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. മൂപ്പരുടെ ഇമേജ് വളരെ താഴേക്ക് പോകും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ മന്ത്രിസഭയിലെ ക്ലീൻ ഇമേജിലുള്ള മന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമാണ് മൂപ്പർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. പിണറായി വിജയൻ്റെ മന്ത്രിസഭയാണ്. ഇത്തരം മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകൾക്കും ദുരിതമനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മന്ത്രി പോകുന്നത്. ലൈസൻസ് അതേപോലെ തന്നെ കാതലായ പ്രശ്നം, തൊട്ടടുത്ത കർണാടകയിൽ ലൈസൻസിന് യാതൊരു പ്രശ്നമില്ല. ഇന്നലെ പത്രങ്ങൾ വന്നതാണ്. അപ്പോൾ നിരന്തരമായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഗവൺമെന്റ് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ് അധ്യക്ഷനായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സബീന, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് സ്മിജ രാജൻ, KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അബുതാഹിർ, വിപിൻ കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു. മേലാർക്കോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജാദ് നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.